നിങ്ങളുടെ വെബ്സൈറ്റ് ക്ലിക്കുകൾ കിട്ടിയിട്ടും ആ വെബ്സൈറ്റ് സെർച്ച് റിസൾട്ടിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാത്തൊരവസ്ഥ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾ ഈ ഒരു പോഗോ സ്റ്റിക്കിംഗ് എന്ന് പറയുന്ന SEO ടേമിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം. പോഗോ സ്റ്റിക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു യൂസർ സെർച്ച് എഞ്ചിൻ എന്തെങ്കിലും കാര്യത്തിനെ കുറിച്ച് സെർച്ച് ചെയ്യുകയും ഒരു റിസൾട്ട് ക്ലിക്ക് ചെയ്ത് ആ വെബ് പേജിലേക്ക് എത്തുകയും പെട്ടെന്ന് തന്നെ ബൗൺസ് ബാക്ക് ചെയ്ത് സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജിലേക്ക് വരുന്നതിനെയാണ് പോഗോ സ്റ്റിക്കിംഗ് എന്ന് പറയുന്നത്. നിങ്ങളുടെ വെബ്സൈറ്റ് കൺസിസ്റ്റന്റ്ലി പോഗോ സ്റ്റിക്കിംഗിലേക്ക് ലീഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റിലുള്ള കോണ്ടന്റ് ഇറലവന്റ് ആണെന്നോ അല്ലെങ്കിൽ ലോ ക്വാളിറ്റി ആണെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ബാഡ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റോ ആകാം. ഇനി നമുക്ക് പോഗോ സ്റ്റിക്കിങ്ങും അതുപോലെ ബൗൺസൈഡും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. പോഗോ സ്റ്റിക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു യൂസർ സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജിൽ നിന്ന് തന്നെ ഒരു റിസൾട്ട് ക്ലിക്ക് ചെയ്ത് ആ വെബ് പേജിലേക്ക് എത്തുകയും പെട്ടെന്ന് തന്നെ ബൗൺസ് ബാക്ക് ചെയ്ത് സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജിലേക്ക് പോകുന്നതിനെയാണ് പോഗോ സ്റ്റിക്കിംഗ് എന്ന് പറയുന്നത്. എന്നാൽ ബൗൺസ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു യൂസർ ഏതെങ്കിലും സോഴ്സ് വഴി ആ വെബ് പേജിലേക്ക് എത്തുകയും ഒരു ഇന്ററാക്ഷൻ പോലും നടക്കാതെ പെട്ടെന്ന് ബൗൺസ് ബാക്ക് ചെയ്യുന്നതിനെയാണ് ബൗൺസ് റേറ്റ് എന്ന് പറയുന്നത്. ബൗൺസ് റേറ്റിന്റെ കാര്യത്തിലാണെങ്കിൽ ഒരു യൂസർ SERPയിലേക്ക് തന്നെ ബൗൺസ് ബാക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. SEOയിൽ സെർച്ച് ഇന്റന്റ്, അതുപോലെ പേജ് സ്പീഡ്, ആക്സസിബിലിറ്റി ഇതൊക്കെയാണ് ഈ പോഗോ സ്റ്റിക്കിങ്ങിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. കൺസിസ്റ്റന്റ് ആയി സൈറ്റിന്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുക, അതുപോലെ യൂസർ സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യാനുള്ള അഡ്ജസ്റ്റ്മെന്റ് വരുത്തുക, ഇതൊക്കെയാണ് പോഗോ സ്റ്റിക്കിംഗ് മിനിമൈസ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കോണ്ടന്റ്സിനായി ഡു ഫോളോ ക്ലിയർ മൈ കോഴ്സ്.